ഹലോ ഫ്രണ്ട്സ്, കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റായിട്ടുള്ളതും വെറൈറ്റിയുമായ ഒരു ബീറ്റ്റൂട്ട് വട നമുക്കിന്ന് ഉണ്ടാക്കാം. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ഗ്രൈൻഡ് ചെയ്ത ബീറ്റ്റൂട്ട്, 1 കപ്പ് കടലമാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, മല്ലിയില. ഇത്ര സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി നമ്മുടെ കൈയുടെ വെള്ളയെ വെച്ച് വടയുടെ ഷേപ്പിൽ അത് ഉണ്ടാക്കി. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഞാനതെല്ലാം വടയുടെ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതിൽ ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണ തെറിക്കാതെ അത് താഴ്ത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ബീറ്റ്റൂട്ട് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഒക്കെ വളരെയധികം നമ്മളെ സഹായിക്കുന്നു. ഡയബറ്റീസ് ഉള്ളവർക്കെല്ലാം ഇത് കഴിക്കാവുന്നതാണ്. നല്ല ശരീരത്തിന് വളരെയധികം പോഷക ഗുണമുള്ള ഒന്നാണ് ബീറ്റ്റൂട്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു വശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മറ്റേ വശവും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ച് വറുത്തെടുക്കാം. നമുക്കിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, വൈകുന്നേരം ചായയോടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പലഹാരമാണ് ബീറ്റ്റൂട്ടിൻ്റെ വട. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ വട മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നല്ല മൊരിഞ്ഞാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തത് ഉണ്ടാക്കിയതുകൊണ്ട് ആണ് നല്ല മൊരിഞ്ഞ് കിട്ടിയത്. പിന്നെ നല്ല ടേസ്റ്റുള്ളതുമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സോസിൻ്റെ കൂടോ ചട്നിയുടെ കൂടോ ഒക്കെ കഴിക്കാനും നല്ലതാണ്. ചട്നി ഒന്നും ഇല്ലെങ്കിലും ഇതിന് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ ബാക്കിയുള്ള വട കൂടി പരത്തി അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് മുഴുവനും നന്നായിട്ട് മുരിഞ്ഞ് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ കോരി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളതാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.